വർഷത്തിന് മേലെ പഴക്കമുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നമ്മളിന്ന് വന്നിട്ടുള്ളത്. അതാണ് യൂണിവേഴ്സിറ്റി ഓഫ് റോക്ക്ലോ. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എന്ന് യൂറോപ്പിലെ ഒട്ടുമിക്ക രാജ്യങ്ങളിൽ താങ്ങി നിർത്തുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അതിൽ തന്നെ ജർമ്മനി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഓട്ടോമൊബൈൽ ഈ ഒരു ഇൻഡസ്ട്രിയോടോ അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരൊക്കെ തന്നെ ആദ്യം ചിന്തിക്കുന്ന എക്കണോമി എന്ന് പറയുന്നത് ജർമ്മനിയാണ്. എന്നാൽ 10 വർഷങ്ങൾക്ക് മുന്നേ എല്ലാവരും പോകുന്ന എക്കണോമി അല്ലാതെ മറ്റൊരു എക്കണോമി കൂടെ ഉണ്ട്, അല്ലെങ്കിൽ മറ്റനേക എക്കണോമീസ് ഉണ്ടെന്നും അത് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ഒരു എക്കണോമി, പോളണ്ട് എന്നുള്ള ഒരു എക്കണോമി തിരഞ്ഞെടുത്ത് അവിടെ പഠിക്കാൻ വന്ന് സക്സസ്ഫുൾ ആയിട്ട് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഇന്ന് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് നിഖിൽ. സോ വെൽക്കം നിഖിൽ ഷോ. സോ എല്ലാവരുടെയും ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ജർമ്മനി നോക്കിയിട്ടൊരു ഓട്ടത്തിലാണ്. അന്നും അത് ഇന്നും അത്. അന്നത്തെ കാലത്ത് ഇത്രയും ഇൻഫർമേഷൻ അവൈലബിൾ അല്ല. ആ നേരത്ത് ഇങ്ങനത്തെ ഒരു എക്കണോമിയിൽ എത്തിപ്പെടാൻ തീരുമാനിച്ചതിൻ്റെ പിന്നിൽ എന്തായിരുന്നു അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്? ഞാൻ 2010 എൻ്റെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നമ്മൾ പാസ് ഔട്ടായിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ അന്ന് ഈ യൂറോപ്യൻ കൺട്രീസിൻ്റെ ഈ മാർക്കറ്റും കാര്യങ്ങളും റിസർച്ച് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് 2013 ഞാൻ ഇവിടെ വരുന്നത് പഠിക്കാനായിട്ട്. എക്സാക്ട് 2013 ഫെബ്രുവരിയിൽ. ഞാൻ പോളണ്ട് എന്തുകൊണ്ട് ചൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഒരു സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ടായിരുന്നു ഞാൻ എൻ്റെ കോഴ്സ് സെലക്ട് ചെയ്യാൻ നോക്കിയിരുന്നത്. അപ്പോൾ അന്ന് അവൈലബിൾ ആയിട്ടുള്ള ഓട്ടോമോട്ടീവ് സബ്ജക്റ്റിൽ നോക്കുമ്പോൾ എനിക്ക് വേണ്ട സബ്ജക്റ്റ് കിട്ടിയത് ഇവിടെയായിരുന്നു. അത് ഒരു റീസണായിരുന്നു. അന്ന് എനിക്ക് വെഹിക്കിൾ ഇൻ്റഗ്രേഷൻ്റെ കുറച്ച് ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ അറിയാനും, പിന്നെ അതുമാത്രമല്ല ഞാൻ അന്ന് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലും ഡീറ്റെയിൽസും ഒക്കെ നോക്കുന്ന സമയത്ത് ഇവിടെ ഫോർമുല 1ൻ്റെ ടീം ഉണ്ടായിരുന്നു. അവിടുത്തെ ആളായിട്ട് കോൺടാക്ട് ചെയ്തു. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മാച്ചിങ് ആയിരുന്നു ഈ യൂണിവേഴ്സിറ്റിയിൽ. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത്. അത്രയും കാര്യങ്ങൾ അന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അർത്ഥല്ലേ? യെസ്, ഞാനായിട്ടായിരുന്നു ചെയ്തിരുന്നത് അന്ന് സെലക്ട് ചെയ്യാനും ബാക്കി ചെയ്യാനും. ബിക്കോസ് അന്ന് ഇത്രമാത്രം കൺസൾട്ടൻറ്റോ അല്ലെങ്കിൽ ഒരു പോളണ്ടിനെ സപ്പോർട്ടീവ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ തരാനുള്ള ഒരു കൺസൾട്ടൻസി അന്ന് ഉണ്ടായിരുന്നില്ല. എപ്പോഴും ട്രെൻഡാണല്ലോ കൺസൾട്ടൻസ് ആണെങ്കിലും ഫോളോ ചെയ്യുന്നത്. അതിൽ ആക്ച്വലി ഇൻഫർമേഷൻ അവിടെ നിർബന്ധമില്ലല്ലോ. ഇന്ന് എല്ലാവർക്കും അറിയാം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി വളരെ കോമൺ ആണ്, അല്ലെങ്കിൽ ജോലി സാധ്യത ഉണ്ടെന്നുള്ളത്. മറ്റ് ഇൻഡസ്ട്രീസ് എന്തെങ്കിലും എനിക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഒബ്വിയസ്ലി IT സെക്ടർ ഇൻഫാക്ട് ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ യൂറോപ്യൻ കൺട്രീസിലും നല്ലതാണ്, ഡിമാൻഡിങ്. എസ്പെഷ്യലി ഇപ്പോൾ ഈസ്റ്റേൺ യൂറോപ്പിലേക്ക് ഇറ്റ്സ് എ ഡെവലപ്പിംഗ് മാർക്കറ്റ് ഓൾമോസ്റ്റ് എല്ലാ കൺട്രികളും. എസ്പെഷ്യലി അതിൽ ലീഡിങ് ആണ് പോളണ്ട്. ഇപ്പോൾ നമ്മൾ യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് ഉള്ള ഒരു എക്കോണമിയാണ് പോളണ്ട്. മേ ബി കോസ്റ്റ് ഓഫ് ലിവിങ്ങോ അല്ലെങ്കിൽ അഫോർഡബിലിറ്റി എന്നുള്ള എലമെന്റ് ഉണ്ടായിരിക്കാം അല്ലേ? യെസ്, അതാണല്ലോ മെയിനായിട്ട്. കാരണം എക്സ്പെൻസ് കൂടുതലാണ് കമ്പനിക്ക് ഫ്രം ഇൻഡസ്ട്രി പോയിന്റ് ഓഫ് വ്യൂ. ഇവിടെ കുറവുണ്ട്, പക്ഷേ എനിക്ക് ഇവിടെ കുറവ് തന്നെയാണ്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. എല്ലാവരുടെയും ഒരു കൺസേൺ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ നാട്ടിലേക്ക് ആളുകൾ പോകുന്നുണ്ടെങ്കിൽ പിന്നെ ആ നാട്ടിലേക്കാണ് എല്ലാവരും പോകുക എന്നുള്ള ട്രെൻഡാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നാട്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രത്യേകിച്ച് ഈ ഷെങ്കൻ ഏരിയയിൽ 27 രാജ്യങ്ങളുണ്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. എല്ലാവരും ലാംഗ്വേജ് ബാരിയർ അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ പലപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാർക്കറ്റിൽ അത്രയും വലിയൊരു ഇഷ്യൂ ആണ് അല്ലെങ്കിൽ ആയിരുന്നു ലാംഗ്വേജ് ബാരിയർ എങ്കിൽ ഒരിക്കലും എനിക്ക് വേണമെങ്കിൽ 10 വർഷം ഇവിടെ സർവൈവ് ചെയ്യുന്ന എനിക്ക് തോന്നിയിരുന്നില്ല. എന്താണ് എൻ്റെ അഭിപ്രായം? ലാംഗ്വേജ് ഒരു ബാരിയറാണ്, ബട്ട് നമ്മളിപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഇവിടുത്തെ ആൾക്കാർ ഒരുപാട് ഫ്രണ്ട്ലിയാണ്. ഞാനൊരു ഷോപ്പിൽ പോയി അല്ലെങ്കിൽ ഞാനൊരു സ്ഥലത്ത് പോയി, ചില ആൾക്കാർക്ക് അവർക്ക് നമുക്ക് മെസ്സേജ് കൺവേ ചെയ്യാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടാണ്. ബട്ട് ഇൻ ടേംസ് ഓഫ് ലാംഗ്വേജ് ദേ ഡോണ്ട് നോ ഇംഗ്ലീഷ്. അപ്പോൾ അവർക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയില്ല. പക്ഷെ അവരെ ഫുൾ എഫേർട്ട് എടുത്തിട്ട് നമുക്ക് എന്താണ് നോക്കുന്നത് അത് അവർ നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരും. അപ്പോൾ നമുക്ക് ഒരിക്കലും ലാംഗ്വേജ് ഒരു ബാരിയർ ആണെന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് നിങ്ങളുടെ തന്നെ കരിയർ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് അത് വലിയൊരു ബാരിയർ അല്ല എന്നുള്ളതിനല്ലേ? യെസ്, അന്ന് ഞാൻ 2013 ഇവിടെ വന്ന സമയത്ത് വളരെ കുറച്ച് ഇന്ത്യൻസ് ഉണ്ടായിരുന്നുള്ളൂ, ഒരുപാടൊന്നും ഉണ്ടായില്ല കമ്പയറിങ് ടു ഇന്നത്തെ സിറ്റുവേഷൻ. അപ്പോൾ അന്ന് ഞാൻ ഒട്ടും ഇല്ല എന്നല്ല പറയുന്നത്, അന്ന് കുറവായിരുന്നു ഇന്നത്തെ സമയത്ത്. ഇന്ന് അതൊരു 10 ടൈംസ് ഒരു 20 ടൈംസ് കൂടുതലാണ്. ഒരുപാട് ഇന്ത്യൻസ് ഉണ്ട്. ഇപ്പോൾ ഈവൻ കേരളൈറ്റ്സ് ഒരുപാടുണ്ട്. ഒരുപാട് ഓൺ സൈറ്റ് IT എഞ്ചിനീയേഴ്സ് ഉണ്ട് ഇവിടെ. പഠിക്കാൻ വരുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ ഫാമിലി ഉണ്ട്. ഈ ഒരു എക്കണോമിയെ ഓവറോൾ ഇപ്പോൾ ഈ 10 വർഷത്തെ അനുഭവത്തിൽ നോക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ശ്രുതി ഒരു ഡെൻറ്റിസ്റ്റും കൂടിയാണ്. അപ്പോൾ ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് മാരേജിന് ശേഷം ഇവിടേക്ക് എത്തിയിട്ടുള്ളതാണ്. ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ ഒരാളെ ചിന്തിക്കുമ്പോൾ എങ്ങനെയുണ്ട് ഈ എക്കണോമി? എന്താ തോന്നുന്നത്? കുഴപ്പമൊന്നുമില്ല. ഐ മീൻ
നിങ്ങൾക്ക് കറക്റ്റ് ഡയറക്ഷനിൽ നിങ്ങളുടെ പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഇറ്റ് ഈസ് എ ഗുഡ് എക്കണോമി ആൻഡ് ഇറ്റ് ഈസ് ഇംപ്രൂവിങ് നൗ. അപ്പോൾ ഫ്യൂച്ചറിലും അതിന് ചാൻസ് ഉണ്ട് ബെറ്റർ ആവാൻ. ഓക്കെ, ആളുകളുടെ ആറ്റിറ്റ്യൂഡ് എപ്പോഴും എല്ലാവരുടെയും പേടി, ഇത് ഏറ്റവും വലിയ കൺസേൺ പാരൻസിൻ്റെ ആൾക്കാർ ഡിസ്ക്രിമിനേഷൻ ഒരു രീതിയിൽ പെരുമാറുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത് ക്രൈം റേറ്റ്സ്, അതായത് കുട്ടികൾ പഠിക്കാൻ പോകുമ്പോൾ ആ രാജ്യം സേഫ് ആയിരിക്കണം. അപ്പോൾ നിങ്ങളിവിടെ പെട്ടെന്ന് ഈ എക്കണോമിയിൽ വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നിഖിൽ ഇപ്പോൾ 10 വർഷമായി, ശ്രുതി ഇപ്പോൾ 5 വർഷമായിട്ടുള്ളത്. അപ്പോൾ ശ്രുതിയുടെ ഒരു പെർസ്പെക്റ്റീവിൽ ഒരു ലേഡി എന്നുള്ള നിലയ്ക്ക് ഇവിടുത്തെ ക്രൈം റേറ്റ്സോ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ പറയുകയാണെങ്കിൽ എന്തായിരിക്കും അഭിപ്രായം? എനിക്ക് പേഴ്സണലി അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല, അങ്ങനെ കേട്ടിട്ടില്ല. ഞാൻ ഇവിടെ പീപ്പിൾ ആർ വെരി ഫ്രണ്ട്ലി, ഗേൾസ് ആർ സേഫ്, വുമൻസ് ആർ സേഫ്. എനിക്കാണ് ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ് തോന്നുന്നു. ഹിയർ ഇറ്റ് ഈസ് അങ്ങനത്തെ പേടിക്കേണ്ട ആവശ്യമില്ല. ഐ വുഡ് സേ ദാറ്റ്. ഓക്കെ, പെർഫെക്റ്റ്. സോ എനിവേ ഇറ്റ് വാസ് വണ്ടർഫുൾ ടോക്കിംഗ് ടു യു. വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ശരിക്കും പറഞ്ഞെങ്കിൽ എന്ന് പറയുന്നത്. കാരണം അത്രയും വർഷങ്ങൾക്ക് മുന്നേ കോഴ്സ് സ്പെസിഫിക് ആയിട്ട് ഇന്ന് നമ്മൾ പറയുന്ന നിങ്ങളുടെ ഇൻട്രസ്റ്റും ആ ഇൻട്രസ്റ്റിനോടനുബന്ധിച്ചുള്ള നിങ്ങൾ എൻട്രി ചെയ്യാൻ പോകുന്ന ഇൻഡസ്ട്രിയും ജോലി കിട്ടിയിട്ട് അത് നോക്കിയിട്ടാണ് നിങ്ങൾ പഠിക്കാൻ പോകേണ്ടത് എന്നത് ഒരു 10 വർഷങ്ങൾക്ക് മുന്നേ അതേ കൺസെപ്റ്റിൽ ആലോചിച്ച് എക്സ്പ്ലോർ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് ഒരു യൂറോപ്യൻ രാജ്യത്ത് ജീവിക്കുന്ന വ്യക്തിയാണ് നിഖിൽ. സോ എനിവേ താങ്ക് യു സോ മച്ച് നിഖിൽ ആൻഡ് ശ്രുതി ഫോർ ജോയിനിങ് ദി ഷോ. യൂറോപ്പിൽ എല്ലായിടത്തും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലത്തെ പിക്ചറുകൾ നമുക്ക് കാണാവുന്നതാണ്. അതായത് ഒരു യുദ്ധം ആളുകളുടെ ജീവിതത്തിൽ എന്തുമാത്രം ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത് നമുക്ക് പലപ്പോഴും മനസ്സിലാവും. ഇത് 1945 ഈ യൂണിവേഴ്സിറ്റിയുടെ ഒരു പിക്ചറാണ്. അതായത് ആളുകളുടെ മനസ്സിൽ നിന്നും ഇപ്പോഴും മായാതെ കിടക്കുന്ന ഒരു ദുരന്തം തന്നെയാണ് സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുന്നത്. പല യൂണിവേഴ്സിറ്റികളുടെയും ഓപ്പറേഷൻസ് ആ കാലഘട്ടങ്ങളിൽ നിർത്തിവെച്ചിരുന്നു. ഒരുപാട് യൂണിവേഴ്സിറ്റികൾ തകർക്കപ്പെട്ടു. ഒരു ടോട്ടൽ എന്താ പറയുക, ആ രാജ്യത്തെ തന്നെ ഇല്ലാതാക്കാനൊരു ശ്രമമായിരുന്നു അന്ന് നടന്നിരുന്നത് പലപ്പോഴും നമുക്ക് തോന്നിപ്പോവും. എന്തായാലും വളരെ ഒരുപാട് ചരിത്രത്തെ നമ്മളെ ഓർമ്മിപ്പിക്കും യൂറോപ്പിലെ ഏത് സ്ഥലങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും, പ്രത്യേകിച്ച് വേൾഡ് വാറിൻ്റെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഇഷ്യൂസും. ഇത് വ്രോക്ലോ യൂണിവേഴ്സിറ്റിയുടെ ലാബോറട്ടറി സൈഡാണ് നമ്മൾ പോകുന്നത്. നമ്മളൊരു വർക്കിംഗ് ഡേ അല്ലാത്ത ദിവസം സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ഈ ഇൻഫ്രാസ്ട്രക്ചർ കാണിക്കാനായിട്ടാണ്. ഇത് നമ്മൾ സഞ്ചരിക്കുന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ കാണിക്കുന്ന യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ്. എന്നിരുന്നാൽ തന്നെയും ഒരു എക്സാമ്പിൾ കാണിക്കാമെന്ന് വെച്ചു. ഇതൊക്കെ ലാബോറട്ടറി സൈഡാണ് ഇത് മുഴുവൻ. ഇവിടെ കൊടുത്തിട്ടുള്ള പിക്ചേഴ്സൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ എടുത്തിട്ടുള്ള പിക്ചേഴ്സ്. അന്ന് പോലും അത്രയും എക്യുപ്ഡ് ആയിരുന്നു ഈ ലബോറട്ടറികളെല്ലാം തന്നെ. ഇതിൽ കുട്ടികളുടെ ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ പോർട്ടൽ, പുറം രാജ്യങ്ങളിൽ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ പോലെ രാവിലെ 9 തൊട്ട് വൈകിട്ട് 5 വരെയുള്ള ക്ലാസ്സുകളല്ല. മറിച്ച് അവർക്ക് ഒരു ദിവസം 3-4 മണിക്കൂറാണ് ക്ലാസ് ഉണ്ടായിരിക്കുക. അത് ഏത് ബിൽഡിങ്ങിലെ ഏത് ക്ലാസ് നമ്പറിലായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ദിവസത്തെ ടൈം ടേബിൾ പ്രകാരമുള്ള സ്ഥലത്തേക്ക് വരികയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈം ടേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏത് പെർട്ടിക്കുലർ സ്റ്റുഡൻസിന് ഏത് വിഭാഗത്തിനാണ് ഇവിടെ ക്ലാസ് ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഇങ്ങനെ വെൽ അറേഞ്ച്ഡ് ആണ് ഇവിടുത്തെ കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. യൂറോപ്പിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും നമ്മൾ യു ക്യാൻ ഫ്ലൈ പരിചയപ്പെടുത്തുന്ന എല്ലാ പബ്ലിക് യൂണിവേഴ്സിറ്റീസിലും നോട്ടബിൾ അലുമിനൈ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്നതാണ്. എല്ലായിടത്തും നമുക്കറിയാവുന്ന 1-2 പേരിലും കാണുമെന്ന് നമുക്കറിയാവുന്ന, എനിക്ക് തോന്നുന്നു ഒരുവിധം നല്ല ശതമാനം ആളുകൾക്ക് അറിയുണ്ടാവും. 1931 കോളിൽ നിന്നും സിന്തറ്റിക് ഫ്യൂവൽ കണ്ടുപിടിക്കുന്ന ഒരു വലിയൊരു ഇൻവെൻഷൻ നടന്നത്. ആ ഒരു ഇൻവെൻഷൻ നടത്തിയ പ്രശസ്തനായിട്ടുള്ള ഫ്രെഡറിക് ബർഗസ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം വ്രോക്ലോ യൂണിവേഴ്സിറ്റിയിലെ ഈ ഒരു കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലാണ് പഠിച്ചിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ എല്ലാ യൂണിവേഴ്സിറ്റികളിൽ പോകുമ്പോഴും നമുക്കറിയാവുന്ന 1-2 പേരുകൾ, വ്യത്യസ്തമായിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള ആളുകളുടെ പേര് കാണാൻ സാധിക്കുന്നതാണ്. അത് എത്രയോ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ ഒരു യൂറോപ്യൻ എന്ന് പറഞ്ഞ ഒരു സാമ്രാജ്യത്തിൽ വരുന്ന ഒരുപാട് രാജ്യങ്ങൾ, അവിടുത്തെ അതിപ്രശസ്തമായിട്ടുള്ള യൂണിവേഴ്സിറ്റീസ്, അവരെ എന്തുകൊണ്ടാണ് പ്രശസ്തി ആർജിച്ചത്? ഇതുപോലത്തെ അത്രയും കഴിവുറ്റായിട്ടുള്ള മികവുറ്റ ആളുകൾ പഠിച്ചിറങ്ങി അവരെ കണ്ടെത്തിയിട്ടുള്ള പല ഇൻവെൻഷൻസ്, ഇതൊക്കെ തന്നെയാണ് ഈ യൂണിവേഴ്സിറ്റിയും അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളെയും എല്ലാവർക്കും ലോകത്തിന് മുന്നിൽ തന്നെ പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇതാണ് വ്രോക്ലോ യൂണിവേഴ്സിറ്റിയുടെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ്. ഇവിടെ നിന്നാണ് ഒരുപാട് അതിപ്രശസ്തമായിട്ടുള്ള, ലോകം തന്നെ തിരിച്ചറിഞ്ഞ, വ്രോക്ലോയെയും ഇവിടുത്തെ കെമിസ്ട്രിമാരെയും തിരിച്ചറിഞ്ഞിട്ടുള്ള പല ഇൻവെൻഷൻസും നടന്നിട്ടുള്ളത് ഈ ഒരു ബിൽഡിങ്ങിൽ നിന്നാണ്.
അതായത് നമുക്കറിയാം നൂറുകണക്കിന് വർഷം പഴക്കമുള്ള പല യൂറോപ്യൻ യൂണിവേഴ്സിറ്റീസും അത് ഒരിക്കലും തന്നെ നമ്മൾ ഇന്ന് കാണുന്ന അവസ്ഥയിലുള്ള ഒരുപാട് ഏക്കർ കണക്കിന് ക്യാമ്പസും ബിൽഡിങ്ങുകളായിട്ടുള്ള അവസ്ഥയിലേക്ക് അന്ന് തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്നില്ല. പലപ്പോഴും 1 or 2 ബിൽഡിങ്ങും 2 or 3 ഫാക്കൽറ്റീസും മാത്രമായിരിക്കും അന്ന് തുടങ്ങിയിട്ടുണ്ടായിരിക്കുക. പിന്നീട് അത് കാലക്രമേണ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴാണ് പല പല ക്യാമ്പസുകൾ പല സ്ഥലങ്ങളിൽ തുടങ്ങുന്നത്. ഈ ഒരു വ്രോക്ലോ യൂണിവേഴ്സിറ്റിയുടെ ആദ്യകാല ബിൽഡിങ്ങുകളിൽപ്പെട്ട ഒന്നാണിത്. അതായത് 300 ചില്ലാനം വർഷം പഴക്കമുള്ള ഈ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും ആദ്യകാലം മുതൽ തന്നെ ഈ ഒരു ബിൽഡിംഗ് ഉണ്ടെന്നർത്ഥം.